ഓം ശാന്തി 15-12-2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അനാദിയായ ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ ഓരോ അഭിനേതാവിൻ്റെയും പ്രവൃത്തി ഫിക്സ് ആണ്. മോക്ഷം ആർക്കും ലഭിക്കാൻ സാധ്യമല്ല. ഏതുപോലെ ഒരു കാറിൽ ആക്സിലറേറ്റർ ഉണ്ട്, ബ്രേക്കുമുണ്ട്. ആക്സിലറേറ്ററിൽ കാല് വയ്ക്കുന്നതിലൂടെ വണ്ടി കുതിച്ചു പായുന്നു. എന്നാൽ ബ്രേക്കിൽ കാല് വയ്ക്കുന്നതിലൂടെ വണ്ടി നിൽക്കുന്നു. രണ്ടും വ്യത്യസ്തമായ കാര്യമാണ്. എന്നാൽ വണ്ടി ഓടിക്കുന്നതിൽ രണ്ടും ആവശ്യമാണ്. അതുപോലെ ഡ്രാമ എന്ന കാര്യത്തിൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആദ്യത്തേതാണ്, ഈ നാടകത്തിൽ നമ്മൾ അഭിനേതാക്കളാണ്. എന്നാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് എൻ്റെ സ്വന്തം ചോയ്സാണ്. ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ്, ഏത് തരത്തിലുള്ള സങ്കല്പമാണ്, അഭിപ്രായമാണ്, മനോഭാവമാണ് ഞാൻ നൽകേണ്ടത് എന്നത് എൻ്റെ സ്വന്തം ചോയ്സാണ്. അതിൻ്റെ അധികാരി ഞാൻ തന്നെയാണ് എന്നതാണ് ആദ്യത്തെ പോയിന്റ്. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. എന്താണെന്നാൽ ഈ നാടകത്തിൽ ഓരോ ആത്മാക്കളും എന്ത് പാർട്ട്, എന്ത് കർമ്മം എപ്പോൾ പ്രവർത്തിക്കണം എന്നത് ഓൾറെഡി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എന്നാൽ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ഈ നാടകം നന്നായി അഭിനയിക്കുന്നതിന് തീർച്ചയായും വേണം. ഇന്ന് ബാബ ഊന്നൽ കൊടുക്കുന്നത് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നാടകമാണ്, ഇത് അനാദിയായ നാടകമാണ്. ഈ നാടകത്തിൽ ഓരോ അഭിനേതാവിനും അവരവരുടെ പ്രവൃത്തി ഫിക്സ് ആയിട്ടുണ്ട് എന്ന പോയിന്റാണ്. എപ്പോഴാണോ നമ്മളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, അപ്പോഴാണ് ഈ പോയിന്റ് നാം എടുക്കുന്നത്. ഈ നാടകത്തിൽ എല്ലാവരുടെ പ്രവൃത്തിയും ഫിക്സാണ് എന്നത്. ഇതിനോടൊപ്പം ബാബ ഓർമ്മിപ്പിക്കുന്നു, മോക്ഷം എന്നത്, അതായത് ഈ നാടകത്തിലേക്ക് വരികയേ ഇല്ല എന്ന സ്ഥിതി ആർക്കും ലഭിക്കുന്നില്ല. ചോദ്യം: ശിവബാബ അശരീരിയാണ്. അങ്ങനെയുള്ള ബാബ ശരീരത്തിലേക്ക് എന്തിനാണ് വരുന്നത്? ഏത് കാര്യമാണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യാത്തത്? ഉത്തരം: ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ ഈ ശരീരത്തിൽ നിങ്ങൾക്ക് മുരളി കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. ഞാൻ മുരളി കേൾപ്പിക്കുക എന്ന കാര്യം മാത്രം ചെയ്യുന്നു. ഞാൻ കഴിക്കുന്നതിനോ കുടിക്കുന്നതിനോ വേണ്ടി വരുന്നില്ല. ഞാൻ വരുന്നത് നിങ്ങൾക്ക് പുതിയ രാജധാനി നൽകുന്നതിനാണ്. ജനന മരണരഹിതനായ ബാബ ഈ ലോകത്തിൽ ഈ പതിത ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്തിനാണ്? ബാബ ഓർമ്മിപ്പിക്കുകയാണ്, മുരളി കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മുരളിയിൽ എല്ലാ രസവും അടങ്ങിയിരിക്കുന്നു, എല്ലാ സുഖവും അടങ്ങിയിരിക്കുന്നു. ഈ മുരളിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരെയും ബാബ പരിപാലിക്കുന്നത്. എന്നാൽ ബാബ ഈ ശരീരത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രത്യേകിച്ചൊരു സുഖവും എടുക്കുന്നില്ല. ആഹാരം കഴിക്കുക, കുടിക്കുക, ഗന്ധം എടുക്കുക, പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സംസാരം കേൾക്കുക, ദൃശ്യങ്ങൾ കാണുക തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളിൽ ബാബ ശ്രദ്ധ കൊടുക്കുന്നില്ല. അതെല്ലാം എടുക്കുന്നത്, സ്വാദെടുക്കുന്നത് എല്ലാം ബ്രഹ്മബാബയാണ്, ശിവബാബയല്ല. ബാബ വരുന്നത് നമ്മൾ കുട്ടികളെ പുതിയ രാജധാനിയിലേക്ക് കൊണ്ടുപോകുന്നതിന് യോഗ്യരാക്കുന്നതിനാണ്. അതുതന്നെയാണ് ബാബ ചെയ്യുന്നതും. ഗീതം: ആകാശസിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് വരൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ജ്ഞാനം നല്ല രീതിയിൽ ധാരണ ചെയ്ത് പവിത്രതയുടെ വ്രതത്തെ സ്വന്തമാക്കണം.
അന്തിമകാലമാണ്. അതിനാൽ ബാബയെ കൂടാതെ മറ്റാരുടെയും ഓർമ്മ വരാതിരിക്കുന്നതിനുള്ള പരിശീലനം നടത്തണം. 2. ദദീജി മഹർഷിയെ പോലെ സേവനം ചെയ്തുകൊണ്ടും വികാരങ്ങളെ ജയിച്ച് ജഗത് ജീത്ത് ആകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പവിത്രതയുടെ വ്രതത്തെ സ്വന്തമാക്കണം. പവിത്രത എന്നത് മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ശരീരത്തിൻ്റെ, കർമ്മങ്ങളുടെ, അധ്യയനത്തിൻ്റെ, ധനത്തിൻ്റെ, ഗ്രഹത്തിൻ്റെ, അന്തരീക്ഷത്തിൻ്റെ ശുദ്ധിയാണ്. ഇവ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് തീർച്ചയായും ജ്ഞാനത്തിൻ്റെ നല്ല ധാരണ ആവശ്യമാണ്. അതിനാൽ ജ്ഞാനത്തെ സ്പഷ്ടമായി മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് പവിത്രതയെ സ്വന്തമാക്കണം. ഇത് അന്തിമകാലമാണ്. അതിനാൽ ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കാതിരിക്കുന്നതിന് പരിശീലിക്കണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജഗജ്ജീതരാകണം. ജഗജ്ജീതരാകുന്നത് ആരാണോ തൻ്റെ മനസ്സിനെ ജയിച്ചത് അവരാണ്. നമ്മൾക്കിപ്പോൾ നമ്മുടെ മനസ്സിനെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വികാരങ്ങളുടെ അടിമയായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ വികാരങ്ങളെയാണ് നാം ജയിക്കേണ്ടത്. വികാരങ്ങളെ ജയിച്ചാൽ ജഗജ്ജീതരാകാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ദദീജി ഋഷി. അദ്ദേഹം സേവനത്തിനായി തൻ്റെ എല്ല് തന്നെയും നൽകി, എന്നാൽ തപസ്വിയും ആയിരുന്നു. ഇപ്രകാരം തപസ്സും ചെയ്യണം, സേവനവും ചെയ്യണം. അങ്ങനെ വികാരങ്ങളെ ജയിച്ച് ജഗജ്ജീതരാകണം. വരദാനം: സമയത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് സർവപ്രാപ്തികൾ കൊണ്ട് നിറഞ്ഞിരുന്ന് മായയെ ജയിക്കുന്നവരായ തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ബാബ്ദാദ എന്തെല്ലാം പ്രാപ്തികൾ നൽകിയിട്ടുണ്ടോ ആ സർവപ്രാപ്തികളെയും സ്വയത്തിൽ ശേഖരിച്ച് നിറഞ്ഞിരിക്കൂ. ഒരു കാര്യത്തിലും കുറവുണ്ടാകരുത്. എവിടെയാണോ നിറവിൽ കുറവുള്ളത് അവിടെ മായ ഇളക്കുന്നു. മായാജീതരാകുന്നതിനുള്ള സഹജ മാർഗമാണ് സദാ പ്രാപ്തികളിൽ നിറഞ്ഞിരിക്കുക എന്നത്. ഒരു പ്രാപ്തിയിൽ പോലും വഞ്ചിതരാകരുത്. സർവപ്രാപ്തികളും ഉണ്ടായിരിക്കണം. സമയത്തിൻ്റെ വേഗതയനുസരിച്ച് ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇതിനാൽ തീവ്ര പുരുഷാർത്ഥിയായി ഇപ്പോൾ മുതൽ നിറഞ്ഞിരിക്കുന്നവരാകൂ. ഇപ്പോഴില്ല എങ്കിൽ ഒരിക്കലും ഇല്ല. ഈ അനാദി നാടകത്തിൽ ഈ വിനാശകാലത്ത് ഏത് സമയത്തും എന്തും സംഭവിക്കാം. അതിനാൽ എല്ലാ പ്രാപ്തികൾ കൊണ്ടും എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കണം. ഒരു പ്രാപ്തിയുടെ പോലും കുറവുണ്ടാകരുത്. നമ്മൾക്ക് എല്ലാ പ്രാപ്തിയും ബാബ്ദാദയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ആ ബാബ്ദാദയിൽ നിന്നുള്ള എല്ലാ പ്രാപ്തിയിലും നാം നിറഞ്ഞിരിക്കണം. എവിടെയെങ്കിലും കുറവുണ്ട് എങ്കിൽ മായ അവിടെ വരുന്നു. അപ്പോൾ നാം ചെക്ക് ചെയ്യണം ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടോ എന്നത്. കുറവുണ്ട് എങ്കിൽ മായ ആ വഴിയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഇപ്പോൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, പിന്നൊരിക്കലും നടത്താൻ സാധിക്കില്ല. അതിനാൽ പ്രാപ്തികൾ കൊണ്ട് സമ്പന്നരായിരിക്കണം, നിറഞ്ഞിരിക്കണം. സ്ലോഗൻ: സത്യതയുടെയും നിർഭയതയുടെയും ശക്തി ഒപ്പമുണ്ടെങ്കിൽ ഒരു കാരണത്തിനും ഇളക്കാൻ സാധിക്കില്ല. നാം സത്യമാണ് പറയുന്നത്, നാം നിർഭയരാണ് എങ്കിൽ, ഒപ്പം സഭ്യതയും ഉണ്ട് എങ്കിൽ ഒരു കാര്യത്തിനും നമ്മളെ ഒരിക്കലും ഇളക്കാൻ സാധിക്കില്ല. ഓം ശാന്തി.